കാഴ്ച വെല്ലുവിളി നേരിടുന്ന 10 പേർക്കായി ധർമ്മടത്ത് കരാട്ടെ പരിശീലന ക്യാമ്പും പിണറായിയിൽ നീന്തൽ പരിശീലനവും സംഘടിപ്പിക്കുന്നു. പരിശീലന പരിപാടിക്ക് വെള്ളിയാഴ്ച തുടക്കമാകും. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് കണ്ണൂർ ജില്ലാ യൂണിറ്റിന്റെയും സംഘടനയുടെ യൂത്ത് ഫോറത്തിന്റെയും ബാംഗ്ലൂർ ഇക്വിപ്മെന്റ് ഫൗണ്ടേഷന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് പരിശീലനം നടക്കുന്നതെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാഴ്ച വെല്ലുവിളി നേരിടുന്നവർക്ക് ജീവിത പ്രതിസന്ധികളെ നേരിടാനുള്ള ആത്മവിശ്വാസം പകർന്നു നൽകാനായി കരാട്ടെ നീന്തൽ പരിശീലനം നൽകുന്നു. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് കണ്ണൂർ ജില്ലാ യൂണിറ്റിന്റെയും സംഘടനയുടെ യൂത്ത് ഫോറത്തിന്റെയും ബാംഗ്ലൂർ ഇക്വിപ്മെന്റ് ഫൗണ്ടേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ധർമ്മടം ബ്രണ്ണൻ കോളേജ് ഹോസ്റ്റലിൽ ക്യാമ്പ് നടത്തിയാണ് കരാട്ടെ പരിശീലനം നൽകുന്നത്. കാഴ്ചയില്ലാത്ത 10 പേർ ക്യാമ്പിൽ പങ്കെടുക്കും. ഇവർക്കായി കോളേജ് ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ സെൻസായി CN മുരളി കരാട്ടെ പരിശീലനം നൽകും. പിണറായി ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള നീന്തൽ കുളത്തിൽ വെച്ചാണ് നീന്തൽ പരിശീലന പരിപാടി മെയ് 10 രാവിലെ 8:30 ബ്രണ്ണൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ J. വാസന്തി പിണറായി സ്വിമ്മിംഗ് പൂളിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്യും. രക്ഷിക്കാൻ പറ്റും. പിന്നെ എക്സസൈസ് ആണ്, കാഴ്ചയില്ലാത്തവർക്ക് തീരെ എക്സസൈസ് വളരെ കുറവായിരിക്കും. അപ്പൊ ഇതെല്ലാം ഉദ്ദേശിച്ചിട്ടാണ് ഈ നീന്തൽ പരിശീലനം നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അത് നല്ല രീതിയിൽ നമുക്ക് സഹായിക്കുന്നുണ്ട്. കണ്ണൂർ ജില്ലാ യൂണിറ്റ് ആണ് ഇതിനെ ചെയ്യുന്നത്. അപ്പൊ കണ്ണൂർ ജില്ലയിൽ 2 സ്ഥാപനങ്ങളുണ്ട്. നമുക്ക് ജില്ലയിൽ തോട്ടടയിലും മാങ്ങാട്ടുപുറത്തിലും. അപ്പൊ ഇവിടെ തോട്ടടയില് ബ്രെയിൽ പ്രസ് ഉണ്ട്. ഒരുപാട് റുപ്യ കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുള്ള വലിയൊരു പ്രസ്സാണ് തോട്ടടയിലുള്ളത്. എല്ലാ പാഠപുസ്തകങ്ങളും ഇവിടെ നിന്നും തിരുവനന്തപുരത്തു നിന്നും ആയിട്ട് നമ്മുടെ കാഴ്ചയില്ലാത്ത വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്നുണ്ട്. അതേപോലെ കുഴിച്ചാലും ഇതേപോലെ ജില്ലാ ഓഫീസായിട്ട് മാങ്ങാട്ടുപറമ്പിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇതിന്റെ കൂടെ ഈ പരിശീലനം രാവിലെ 8:30 മുതൽ 8:45 സ്റ്റാർട്ട് ചെയ്ത 9:45 വരെ. അന്ന് 8:30 ഇതിന്റെ ഉദ്ഘാടനം. ബ്രണ്ണൻ കോളേജിലെ പ്രിൻസിപ്പളാണ് ഡോക്ടർ J. വാസന്തി മേഡമാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഓരോ ദിവസവും ജനപ്രതിനിധികളും മാധ്യമപ്രവർത്തകരും വരണം എന്നാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. ഈ പരിശീലനം നേടിയവർക്ക് അതിന് ഗുണമുണ്ടാവും. പക്ഷെ ഇത് ജനങ്ങൾ അറിഞ്ഞാൽ മാത്രമേ ഇതിനെ പറ്റിയിട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അല്ലെങ്കിൽ കാഴ്ചയില്ലാത്തവർക്ക് ഇതിനൊക്കെ ചെയ്യാൻ പറ്റും. അവരെ പറ്റിയിട്ടുള്ള ധാരണ തിരുത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഓരോ ദിവസം ഓരോ പത്രപ്രവർത്തകർ അല്ലെങ്കിൽ ഓരോ മാധ്യമത്തിന്റെ പ്രതിനിധികൾ ഈ സംഘടനാ ഭാരവാഹികളായ TN മുരളീധരൻ, MM സാജിദ്, M അൻസാർ എന്നിവർ പത്രസമ്മേളനത്തിൽ ക്യാമ്പിനെ പറ്റി വിശദീകരിച്ചു.